ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം. സിപ്പി പള്ളിപ്പുറത്തിൻ്റെ പുനരാഖ്യാനമായ ഐതിഹ്യമാല കുട്ടികൾക്ക് എന്ന പുസ്തകമാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യ ദിവസം വരരുചിയുടെ കഥ കേട്ടു. അതിൻ്റെ തുടർച്ചയായ പന്തിരുകുലത്തിൻ്റെ പിറവി കേട്ടു. ഇന്ന് കേൾക്കാൻ പോകുന്നത് മേഴത്തോൾ അഗ്നിഹോത്രി. വരരുചിയുടെയും പഞ്ചമിയുടെയും ദേശാടനത്തിനിടയിൽ പിറന്ന ആദ്യജാതനാണ് അഗ്നിഹോത്രി. ഭാരതപ്പുഴയുടെ തീരത്തുള്ള തൃത്താല എന്ന ദേശത്താണത്രേ പ്രസവം നടന്നത്. കുട്ടിക്ക് വായുണ്ടോ എന്ന വരരുചി ചോദിച്ചു. ഉണ്ടെന്ന് പഞ്ചമി ഉത്തരം പറഞ്ഞു. എങ്കിൽ വഴിയിൽ ഉപേക്ഷിച്ചേക്കൂ എന്ന് വരരുചി ആജ്ഞാപിച്ചു. കളകളം പാടിയൊഴുകുന്ന ഭാരതപ്പുഴയുടെ തീരത്തെ മണൽപ്പുറത്ത് പഞ്ചമി ആ പിഞ്ചു കുഞ്ഞിനെ മെല്ലെ കിടത്തി. ഇളം തെന്നൽ കുഞ്ഞിനെ തഴുകിക്കൊണ്ട് അതുവഴി കടന്നുപോയി. ചോര കുഞ്ഞ് ഉച്ചത്തിൽ കരഞ്ഞു, ഇള്ളേ ഇള്ളേ. നിളയിൽ നീരാട്ടിനു പോയ കടമ്പൂർ മനയിലെ തമ്പുരാട്ടി ആ കരച്ചിൽ കേട്ടു. അവർ അങ്ങോട്ട് നടന്നു. അതാ പച്ചച്ചെടികൾക്കരികിൽ സൂര്യതേജസ്വിയായ ഒരു കുഞ്ഞ് കിടന്ന് കരയുന്നു. തമ്പുരാട്ടി ഓടിച്ചെന്ന് കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. കുഞ്ഞുങ്ങളില്ലാത്ത എനിക്ക് ദൈവം കനിഞ്ഞു നൽകിയ നിധിയാണിത്. ഇതിനെ ഞാൻ പൊന്നുപോലെ വളർത്തും, തമ്പുരാട്ടി തന്നെത്താൻ പറഞ്ഞു. തമ്പുരാട്ടി കുഞ്ഞിനെ താൽപ്പര്യപൂർവ്വം ഇല്ലത്തേക്ക് കൊണ്ടുപോയി. അവർ അവന് ബ്രഹ്മദത്തൻ എന്നു പേരിട്ടു. പൊന്നാനി താലൂക്കിലെ മേഴത്തോൾ ദേശത്താണ് ബ്രഹ്മദത്തൻ വളർന്നത്. പിൽക്കാലത്ത് അദ്ദേഹം മേഴത്തോൾ അഗ്നിഹോത്രി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. കേരളത്തിലെ യാഗങ്ങൾ പലതും ചിട്ടപ്പെടുത്തിയത് അദ്ദേഹമാണത്രേ. വരരുചിയും പഞ്ചമിയും മരണമടഞ്ഞ ശേഷം മക്കളെല്ലാവരും കൂടി ആണ്ടിലൊരിക്കൽ അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് ഒത്തുചേർന്ന് അവരുടെ ശ്രാദ്ധം ആഘോഷിക്കുന്ന പതിവുണ്ടായിരുന്നു. ചാത്തം മുട്ടാനും സദ്യയിൽ പങ്കെടുക്കാനും താഴ്ന്ന ജാതിക്കാരും ബ്രാഹ്മണരുമെല്ലാം ഒന്നിച്ചുകൂടും. നാനാജാതിക്കാരായ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് ഇല്ലത്തെത്തുന്നതും ഊട്ടുപുരയിൽ നിരന്നിരുന്ന് ഉണ്ണുന്നതുമൊന്നും അഗ്നിഹോത്രിയുടെ അന്തർജനത്തിന് തീരെ ഇഷ്ടമായിരുന്നില്ല. അവിടെയുള്ള ബ്രാഹ്മണർക്കും ഇക്കാര്യത്തിൽ വലിയ എതിർപ്പായിരുന്നു. അവർ പിന്നീട് ശ്രാദ്ധകർമ്മത്തിൽ പോലും വരാതായി. അടുത്ത ശ്രാദ്ധം വന്നപ്പോൾ സഹോദരന്മാർ കാർമ്മികനായ ഒരു ബ്രാഹ്മണനെയും കൂട്ടിയാണ് ഇല്ലത്തെത്തിയത്. അഗ്നിഹോത്രി ഓരോരുത്തർക്കും കിടന്നുറങ്ങാനായി ഇല്ലത്തിനുള്ളിൽ തന്നെ ഓരോ മുറി ഒരുക്കി കൊടുത്തു. രാത്രിയിൽ സഹോദരങ്ങളെല്ലാം ഉറക്കമായപ്പോൾ അഗ്നിഹോത്രി തൻ്റെ അന്തർജനത്തെയും അതിഥിയായി വന്ന ബ്രാഹ്മണനെയും കൈകാട്ടി വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, മനുഷ്യരായ നമ്മളെല്ലാം ഒരേ സ്രഷ്ടാവിൻ്റെ മക്കളാണ്. ഈശ്വരന് താണജാതിയെന്നോ മേൽജാതിയെന്നോ ഉള്ള വ്യത്യാസമില്ല. ഒരാളെയും ജാതിയുടെ പേരിൽ നാം മാറ്റി നിർത്തുന്നത് ശരിയല്ല. എല്ലാവരിലും കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചിന്താഗതികൾ മാറ്റണം, അഗ്നിഹോത്രി ഉപദേശിച്ചു. പക്ഷേ അന്തർജനത്തിനും കാർമ്മികനായി എത്തിയ ബ്രാഹ്മണനും അതത്ര ദഹിച്ചില്ല. അവർ പറഞ്ഞു, ഛേ ഛേ, താഴ്ന്ന ജാതിക്കാരൻ എങ്ങനെയായാലും താണവൻ തന്നെ. അവരെ മറ്റുള്ളവരോടൊപ്പം കാണാൻ ഞങ്ങൾക്കു പറ്റില്ല. അന്തർജനവും ബ്രാഹ്മണനും ഒരേ സ്വരത്തിൽ അറിയിച്ചു. ഞങ്ങൾ 12 മക്കൾ ഒരു പറയിയുടെ ഉദരത്തിൽ പിറന്നവരാണ്. ഞങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. എന്താ, സംശയമുണ്ടോ? ഉണ്ട്, ഞങ്ങൾക്ക് സംശയമുണ്ട്. അവർ പിന്നെയും വാദിച്ചു. എങ്കിൽ ഞാൻ ആ സംശയം ഈ നിമിഷം തീർത്തു തരാം. വരൂ. അഗ്നിഹോത്രി ഒരു വിളക്കുമെടുത്ത് അവരോടൊപ്പം നടന്നു. ഓരോരുത്തരും ഉറങ്ങുന്ന മുറിയുടെ സമീപമെത്തിയപ്പോൾ അഗ്നിഹോത്രി പറഞ്ഞു, എന്നെ തൊട്ടുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് നോക്കൂ. അവർ അഗ്നിഹോത്രിയെ തൊട്ടു. ആകാംക്ഷയോടെ അവിടേക്ക് തല ഉയർത്തി നോക്കി. അത്ഭുതം! ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ 4 കൈകളിൽ ഉയർത്തിപ്പിടിച്ച്
അനന്തൻ എന്ന മഹാസർപ്പത്തിനുമേൽ ശയിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിനെയാണ് അവർ ഓരോ മുറിയിലും കണ്ടത്. അഗ്നിഹോത്രി പറഞ്ഞതാണ് സത്യമെന്നും എല്ലാ മനുഷ്യരും ഒരേ ചൈതന്യത്തിൻ്റെ വ്യത്യസ്ത രൂപമാണെന്നും അന്തർജനവും കാർമ്മികനും ആ നിമിഷം തിരിച്ചറിഞ്ഞു. തെറ്റ് മനസ്സിലാക്കിയ അവർ അഗ്നിഹോത്രിയുടെ പാദങ്ങളിൽ വീണ് ക്ഷമായാചനം ചെയ്തു. അടുത്ത ദിവസം നടന്ന ശ്രാദ്ധമൂട്ടൽ ചടങ്ങിൽ അവർ അറപ്പോ വെറുപ്പോ കൂടാതെ മറ്റുള്ളവരോടൊപ്പം ഇരുന്ന് സദ്യ കഴിച്ചു. അത് കണ്ടപ്പോൾ അഗ്നിഹോത്രിക്കും സഹോദരങ്ങൾക്കുമുണ്ടായ സന്തോഷത്തിന് അതിരില്ല. ഇതോടുകൂടി ഈ കൊച്ചുകഥ അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം കടമറ്റത്തു കത്തനാർ എന്ന കഥ കേൾപ്പിക്കാം. താങ്ക് യു.